ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോളത്തിൻ്റെ പുട്ടുണ്ടാക്കിയാലോ. കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഞാൻ ചോളം പൊടി നനച്ച് വെച്ചേക്കുവാണ്. ഇപ്പോഴത്തെ എങ്കിൽ ടോപ്പിലാണെങ്കിൽ അരിയുടെ വെള്ളം വെച്ച് തിളയ്ക്കാൻ ഇൻഡക്ഷനിലോട്ടാണ് വെച്ചത്. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഒരു കിച്ചൺ. അപ്പോൾ അപ്പുറത്തെ കിച്ചണിലാണ് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കുക്കറിനകത്ത് നിന്ന് ആവി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഇനി തേങ്ങ തിരുമ്മിയതും ഇട്ട് ചോളം പൊടിയും കുറേശ്ശെ ഇട്ട് ആദ്യം കുറച്ചിട്ടു. ഇനി നടുക്ക് സെൻട്രലായിട്ടൊരു ഇച്ചിരി തേങ്ങ, പിന്നെ ഇനി അടുത്ത കൂട്ടം പൊടി, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ പൊടി ഇട്ടിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആകുമ്പോൾ പെട്ടെന്നൊരു ചിരട്ടപ്പുട്ട് പെട്ടെന്ന് ഈസിയാണ്. അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വെള്ളം തിളച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അരിയും കൂടെ അങ്ങോട്ട് ശനിയാഴ്ച ആയതുകൊണ്ട് ബിസിയാണ്. കരോട്ടയുണ്ട്, ഡാൻസുണ്ട് പിള്ളേർക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളാണ്. അപ്പം അരി റേഷനരി ആയിട്ട് പെട്ടെന്ന് അതുകൊണ്ട് വേവും. നല്ല അരിയാണ് കേട്ടോ. ചിലർക്കൊക്കെ തോന്നും അത് ചീത്തയാണ്, ബാഡ് സ്മെല്ലാന്നൊക്കെ. പക്ഷെ കുഴപ്പമില്ല, പെട്ടെന്ന് വേവാനും നല്ല കുഴപ്പമില്ല, നല്ല അരി. അപ്പം വെള്ളമൊക്കെ തിളച്ച് അരിയും ഇട്ടു. കൂട്ടാനൊക്കെ ഇന്നലത്തെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. ഇനി എന്തെങ്കിലും ഇപ്പം വെക്കണം. ഇതുണ്ട് ആവി വന്നു കുക്കറിനെ. അപ്പം ഞാൻ പുട്ടൊക്കെ റെഡിയാക്കിയതുകൊണ്ട് ഒരു സെറ്റ് വെച്ചു, അടുത്തതിന് വെച്ചു. അപ്പം വേണ്ട പിള്ളേർ വേണ്ട പറയുന്നവർക്ക് പുട്ട് വേണ്ട, അപ്പം മതിയെന്ന്. പിന്നെ മാവിരുന്നതും കൊണ്ട് പെട്ടെന്ന് അപ്പം കോരി ഒഴിച്ചപ്പോഴത്തേന് ഒരാൾ കരാട്ട കഴിഞ്ഞ് വന്നു. അപ്പവും കടലക്കറിയും കൂടെ കൊടുക്കാമെന്ന് വെച്ച് ഒരാൾക്കുള്ളത് ചുട്ടു, അടുത്ത ആൾക്കുള്ളത് ചുട്ടു. രണ്ടുപേരും ഇളയാളാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ 2 പേർക്ക് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം മൂത്ത ആൾ, മോൻ്റെ പേര് ദിച്ചു, അവൻ കരോട്ട കഴിഞ്ഞ് വന്ന് പഠിക്കാൻ കയറി. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് കഴിക്കാമെന്ന്. അപ്പോൾ അതിന് വിളിച്ചതിന് വന്ന് കഴിക്കാനൊക്കെ ഇരിക്കുന്നു. മോളുടെ പേര് ദിയ. 2 പേരും കൂടെ TV കാർട്ടൂൺ കണ്ടുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നാളെ കാണാവേ. ബൈ ബൈ.